നമുക്ക് ബാലിന്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ആകാശിനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ബാലൻ വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകാശ് വന്നിട്ട് എന്താന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലന് ദേഷ്യം വന്നു. ബാലൻ പറഞ്ഞു, നീ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തി കാരണം നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഞാനും ഗോമതിക്ക, നിനക്കത് വല്ലതും അറിയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അതിന് ഞാനൊന്നും ചെയ്തൊന്നുമില്ലോ, നീ ഒന്നും ചെയ്തില്ലടാ. നിനക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും ചെയ്തതായിട്ട് തോന്നില്ലല്ലേ? അല്ലച്ചാ, അതിന് ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? ഓ, അപ്പൊ ഇന്നലെ നീ മദ്യവെച്ച് രക്ക് കെട്ടുവന്നേന് എന്താടാ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ അതങ്ങനെ ഒരു സാഹചര്യത്തില് ആയിപ്പോയതാ. ഏത് സാഹചര്യത്തില്? അതെനിക്ക് ഇന്നലെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് ടെൻഷൻ? ടെൻഷൻ വന്ന ഉടനെ മദ്യപിക്കാനാണെങ്കിൽ ഞാനൊക്കെ പണ്ടേ ഒരു മദ്യപാനിയായി തീർന്നേനം. എടാ, ഇതിനേക്കാളും വലിയ ടെൻഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നീ ആരെ കണ്ടിട്ടാടാ പഠിക്കുന്നേ? ദയാ ആകാശം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ജീവിതം നീ കുളം തോണ്ടിക്കൊണ്ടിരിക്കുക. പിന്നെ നിനക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മദ്യപിച്ചിട്ടല്ല തീർക്കുന്നത്. അതൊക്കെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് അവിടെ താമസിക്കുമ്പോ അറിയാലോ. ഇതങ്ങനെയല്ല, ഒരു കൂട്ടുകുടുംബമാണ്. നീ നിന്റെ ഭാര്യയും കൂടാതെ ഇവിടെ അച്ഛന് അമ്മ അത് മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ട്. ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും വേണം. ആകാശൊന്നും മിണ്ടുന്നില്ല. നീ കാരണം ധർമ്മന് സുഖിനെ ഈ വീട് വിട്ടു പോയാലുണ്ടല്ലോ, പിന്നെ ഈ ബാലിന്റെ തനി സ്വരൂപം നീ അറിയും. പിന്നെ നീ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയണം. അത് കേട്ടതും ആകാശന് വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ വന്നു. എന്താടാ നീ നോക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാകത്തില്ല. ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. അത് ഗോമതിയൊക്കെ പറഞ്ഞത് മാത്രം. പക്ഷെ ഇനി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എൻ്റെ അടുത്തുനിന്ന്. നീ ഇനി മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുകന്യ ഈ വീട് വിട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേയും കൂടെ ചീത്ത പറയാണ്. ഒടുവില് ആകാശ് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ആകാശിനോട് പറയാനൊരു വോയിസ് ഇല്ലായിരുന്നു. കാരണം ആകാശിനറിയാൻ താൻ ചെയ്ത തെറ്റാണ്. താൻ കാരണം അച്ഛൻ ഈ പറയുന്ന സുകന്യേച്ചിനും മുന്നേ നാണം കെട്ടി നിന്നെന്നുള്ളേ. അത് മീനാക്ഷി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ്. പക്ഷെങ്കിൽ ആകാശനും ബാലിനോട് ദേഷ്യമായിരുന്നു. അച്ഛന് തനിക്ക് കട തുടങ്ങാൻ കുറച്ച് പൈസ തന്നാൽ എന്താ? കട തുടങ്ങാനായിട്ട് രവീന്ദ്രൻ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞാലും അതെല്ലാം സെറ്റ് ചെയ്താലും ലൈസൻസും കിട്ടിയിട്ടില്ല. അച്ഛനും കൂടെ സപ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നേനെന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ബാലിനോടൊരു ദേഷ്യം. തന്നെ ഇപ്പോഴും കടയിലെ എടുത്തു കൊടുപ്പക്കാരനായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. തനിക്ക് മാത്രം ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ആകാശന്റെ മനസ്സിൽ. അങ്ങനെ ആകാശം അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവണം. അപ്പൊ ഗോമതിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറണമെങ്കിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണം. അതിനുവേണ്ടി ഗോമതി ക്ഷേത്രത്തിലേക്ക് പോയി. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മിത്രയാണ് അടുക്കളയിലേക്ക് കയറുന്നത്. അങ്ങനെ മിത്ര രാവിലെ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ആള് കളിച്ച് സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യ വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, അല്ല ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുകന്യേച്ചി കണ്ടില്ലേന്ന് ചോദിച്ചു. അതെ, അത് ഇത്ര കഴിഞ്ഞിട്ടുണ്ടാക്കി, എനിക്കിപ്പോൾ ചായ വേണം. രാവിലെ എഴുന്നേക്കുന്ന പടി എനിക്ക് ചായ കുടിച്ചില്ലെങ്കിലേ ഭയങ്കര തലവേദനയായിരിക്കും എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അത്രയ്ക്ക് നിർബന്ധമുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഇതേ ഈ സ്റ്റബയിലേക്ക് എടുത്ത് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, എന്നെ കൊണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഓഹോ, അപ്പൊ ഇവിടെ ജോലിക്കാരിയെ നിർത്തിയിട്ടുണ്ടോ? ഞാനിവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇത് കഴിയാതെ ചായ ഒന്നും വെക്കത്തില്ലെന്ന് പറയണം. സുകന്യക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യമായി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, സുകന്യേച്ചി ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല, ഇതേ ഒരു കുടുംബമാണ്. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന ജോലികളൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഇവിടെ വേറെ ജോലിക്കാരൊന്നും ഇല്ല. ഓ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ. വേറെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ജോലിയുണ്ട്. എനിക്ക് പഠിക്കാൻ പോണം. പിന്നെ അമ്മ ക്ഷേത്രത്തിൽ പോയേക്കുവാ. ഓഹോ, അമ്മയില്ല, സോറി, അപ്പച്ചി ക്ഷേത്രത്തിൽ പോയേക്കുവാ. ഓ, അപ്പൊ ഗോമതി ചേച്ചി ക്ഷേത്രത്തിൽ പോയേക്കുവാ അല്ലേ. പിന്നെ ശ്രീദേവേച്ചിക്ക് വയ്യാന്നറിയാലോ. പിന്നെ മീനാക്ഷി ചേച്ചി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴെന്താണല്ലോ എന്നെ കൊണ്ട് ചായ വെച്ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സുകന്യക്ക് ദേഷ്യമായി. സുകന്യ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് ബാലിനെ അവിടെ നിന്ന് വിളിക്കുന്നതാട്ടെ. അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് പോകാൻ തുടങ്ങും. മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷി വന്നിട്ട് ബാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണ്. ഈ സമയത്ത് അവർ തമ്മിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ മീനാക്ഷി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അതെ എനിക്ക് ചായ വെച്ച് വേണമെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതിനുള്ള മറുപടി തന്നിട്ടുണ്ടായിരുന്നില്ല മിത്ര. ഓ, അപ്പൊ നിനക്കും അഹങ്കാരമല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടാണ് നീയൊക്കെ പുറത്താ. ഇത് കേട്ടപ്പോ മീനാക്ഷി ചോദിച്ചു, എന്ത് വാക്ക്? അല്ല, നിനക്കും ആകാശിനൊക്കെ ഈ വീട്ടിൽ നിൽക്കണമെങ്കിലേ എന്റെ കാരുണ്യം വേണം. അവൻ മദ്യപിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും
ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ ഇവിടുന്ന് ബാലേട്ടനെ ഇറക്കി വിട്ടാനോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും വ്യാമോഹം സുകന്യേച്ചിയുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മാത്രം മതി, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, പിന്നെ അത് നിന്റെ വെറും തോന്നല് മാത്രം. ഈ സുകന്യ വിചാരിച്ച എവിടെ പലതും നടക്കും എന്നറിയാം. പലതും നടക്കും, അതൊക്കെ വെറും ചിന്തകൾ മാത്രമാണെന്ന് പറയണം. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നു. ധർമ്മൻ കേട്ട് ഈ കാര്യങ്ങൾ ധർമ്മന് ഭയങ്കര വിഷമായിപ്പോയി. കാരണം ഇങ്ങനെയൊക്കെ സുകന്യ പറയുന്നത് ധർമ്മൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലല്ലോ. പിന്നീട് സുകന്യനെ ധർമ്മം വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ചോദിച്ചു, എന്താ സുകന്യത്, നീ എന്താ ഇങ്ങനെ അവരോട് എപ്പം നോക്കിയാലും ഈ വഴക്കിന്റെ മൈൻഡിൽ പോന്നേ? എന്തിന്? ഞാനങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയല്ലോ. പിന്നെ നീ എന്താ പറഞ്ഞേ? നീ പറഞ്ഞിട്ടുണ്ട് ആകാശിനെ മീനാക്ഷി ഇവിടുന്ന് ബാലേട്ടൻ പറഞ്ഞു വിടുമെന്നോ? അതെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാളും പറയും. ഇന്നലെ ആകാശയെ മൂക്കുമുട്ട കുടിച്ചിട്ടാ വന്നത്. ഞാൻ അപ്പോഴേ ഒരു കാര്യം പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ മദ്യപാനികളുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് നമ്മളല്ലാതാവൂന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, നിനക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നല്ലോ. എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നുമില്ല ധർമ്മേട്ടാ. നമ്മൾ ജീവിക്കകത്തും പത്രത്തിനകത്തും ഒക്കെ കാണുന്നല്ലേ. അതെന്തേലും ആട്ടെ, ഇവിടെ അങ്ങനെ ആരും സ്ഥിരമായിട്ട് മദ്യപിച്ച് വരാറുള്ളവരൊന്നും ഇല്ലാന്ന് പറയണം. ധർമ്മേട്ടൻ അതങ്ങനെയല്ലേ പറയുള്ളൂ. ആകാശിന്റെ സൈഡ് കയറുന്നല്ലേ പറയത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് ആകാശ് ആ വഴി വരുന്നത്. ആകാശ് കേട്ടു അവർ തമ്മിലുള്ള സംസാരം. ആ സമയത്ത് സുകന്യ പറഞ്ഞു, എനിക്കിപ്പോൾ അറിയാനുള്ളത് ഞാനിപ്പോൾ ആരോടാണെങ്കിലും തുറന്നു പറയും, ഞാനതങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു, സുകന്യെ നീ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അറിയാലോ ഒരു കൂട്ടുകുടുംബാന്ന് പറഞ്ഞല്ലോ, ഇന്ന് വരെ ഇതുപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വാക്ക് തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. മീനാക്ഷിയും ഇത്രയൊക്കെ നീ ചെയ്യുന്ന കണ്ടില്ലേ, പിന്നെ ഇപ്പം നിന്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ നീ ഒരു ചായ വെച്ചു കുടിക്കണം. ഞാൻ ചായ വെക്കാനോ? നല്ല കഥയായി, എന്റെ വീട്ടിൽ പോലും വെച്ചിട്ടില്ല, പിന്നെ ഇവിടെ ഞാൻ ചായ വെക്കുന്നേ. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, സുകന്യ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇത് നിന്റെയും കൂടെ വീടാണ്, ഇവിടെ നീ ചായയൊക്കെ വെച്ച് കുടിക്കണം, അല്ലാതെ പിന്നെ ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അംഗീകരിക്കാനായിട്ട് സുകന്യ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ധർമ്മനാണ് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഏത് സമയത്താണെന്നെന്തോ കല്യാണം കഴിച്ച് വേണ്ടിയിരുന്നില്ല എന്ന് ധർമ്മന് തോന്നുവാണ്. ഉള്ള സ്വസ്ഥതയും സമാധാനം എല്ലാം പോയി. ഇതുകൊണ്ടാണോ പണ്ടുള്ള മനുഷ്യന്മാർ പറയണേ, കെട്ടിക്കഴിഞ്ഞവർക്ക് കെട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഇതുപോലെയുള്ളതിനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതം തീർന്നു തന്നെ. അങ്ങനെയൊക്കെ ധർമ്മന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുവാണ്. പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എന്ത് ചെയ്തു, പൂജാമുറിയിലേക്ക് പോകണം. അപ്പൊ അവിടെ പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഗോമതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഗോമതി ക്ഷേത്രത്തിലേക്ക് പോയെന്നോർത്ത് ഭാഗം കാര്യങ്ങളൊക്കെ എടുക്കണം. ഭാഗം കീയും എന്നും ഗോമതിയാണല്ലോ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇതില് ബാലൻ ഗോമതിയെ വിളിച്ചതാണ്. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അയ്യോ ഗോമതി ക്ഷേത്രത്തിൽ പോയ കാര്യം ഞാൻ ഓർത്തില്ലായിരുന്നു, ഒരു കാര്യം ചെയ്യാം, ആ ഭാഗം എടുത്തേക്കാൻ പറയാണ് മിത്രയോട്. അപ്പോഴേക്കും മിത്ര പോയി അവിടെ ഭാഗം നോക്കിയപ്പോൾ ഭാഗം കീയും കണ്ടില്ല. ഇതെവിടെ പോയി എന്ന് ഓർക്കണം. അല്ല അങ്കളെ, അതവിടെ ഇല്ലാന്ന് പറയണേ. ഇല്ലാന്നോ? പിന്നെ അതെവിടെ പോയി? ആ സമയത്താണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യയുടെ കയ്യില് ഭാഗം കീയും ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലിനൊരു അന്താളിപ്പോടെ ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് സുകന്യ പറഞ്ഞു, അതെ ഇതല്ലേ അന്വേഷിച്ച ഭാഗം കീന്ന് ചോദിക്കണം. അതെ. അല്ല ഇതെങ്ങനെ നിന്റെ കയ്യില്? അതോ ഇത് ഞാൻ എടുത്തു തരാന്ന് വിചാരിച്ചു ഇന്ന് ബാലേട്ടന്. അല്ല സുകന്യ, അത് പിന്നെ ഇനിയിപ്പോ ബാലേട്ടന് സംശയമായിരിക്കും ഞാൻ എന്തിനാ എടുത്തേന്ന്. എന്നോട് ഗോമ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ എടുത്തേ, അല്ലാതെ വെറുതെ ഒന്നും ഞാൻ എടുത്തല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷിക്കും മിത്രയ്ക്കും സംശയമായി. അങ്ങനെ അമ്മ പറയുമെന്ന് തോന്നുന്നില്ല, ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവര് വിചാരിക്കുകയാണ്. ആ സമയത്ത് ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോട് കൂട്ടി സൂന്യ എന്നിട്ട് അതും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ബാലേട്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ബാലിന് മേടിക്കാനും പറ്റില്ല, മേടിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പോ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഗോമതി പറഞ്ഞതാണോ അതോ ഇനിയിപ്പോ സുകന്യ കള്ളത്തരം പറഞ്ഞാണെന്നോ. ഗോമതി ഒരിക്കലും അങ്ങനെ പറയാൻ വഴിയൊന്നുമില്ല. അത് മീനാക്ഷിയും ഇത്ര ഏൽപ്പിച്ചാൽ പോലും സുകന്യയോട് പറയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.